ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ ഇഷ്ടു ആണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ മാത്രമേ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയോ പത്തിൻ്റെ കൂടെയോ നൂൽപ്പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കത് അത്രയും നല്ലൊരു ടേസ്റ്റിലെ ഇഷ്ടു നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇടത്തര വലുപ്പത്തിൽ 4 അയിലെടുത്തുകയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നല്ലപോലെ പുരട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതൊക്കെ നല്ലോണം മീനിലേക്ക് ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കാന്തി വെച്ച മീൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടിവിടെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനൊന്നും മറക്കരുത്. അപ്പം ഇതുപോലെ തന്നെ മീൻ നിരത്തി വെച്ചോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലോണം മൊരിയിപ്പിച്ചെടുക്കണം. അപ്പം ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ നല്ലോണം മൊരിയിപ്പിച്ചെടുത്തുകണേ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്കൊരു ഇടത്തര വലുപ്പത്തിലെ കിഴങ്ങ് നീളത്തിൽ മുറിച്ചത് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് പുരട്ടിയത് അതും ചേർത്ത് നല്ലോണം മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ആ കിഴങ്ങ് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ട് ഇനി അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊക്കെ പൊരിച്ചിൻ്റെ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ കുക്ക് ചെയ്യണത് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പോരാത്തതിന് കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണയൊക്കെ നല്ല പൊടിഞ്ഞ് ചൂടായി വരുമ്പോൾ നമുക്കൊരു കഷ്ണം പട്ടയും അതേപോലെ തന്നെ 2 ഏലക്കായ 2-3 പൂവ് ചേർത്ത് കൊടുക്കുക. എന്നാൽ വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂത്ത കറുകപ്പട്ടൻ്റെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇടത്തര വലുപ്പൊരു സവോള നല്ലോണം നൈസായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും അതരിഞ്ഞത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മുടെ കറിയിലൊന്ന് സവോള കടിക്കാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താണ് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ടിങ്ങനെ അത് നല്ലോണം ഒന്ന് പൊതിർന്ന് വന്നിട്ട് നമുക്ക് ചെറിയ മിക്സിൻ്റെ ചാറിലിട്ടാണ് നല്ല മയത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈസ്റ്റു കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ ഇക്കാരം. അപ്പം നമ്മൾ കുറേ അണ്ടിപ്പരിപ്പ് ചേർക്കാനില്ലെങ്കിൽ കുറച്ചൊക്കെ അണ്ടിപ്പരിപ്പ് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ല മയത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടോ. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വയന്ന് വന്നിക്കണേ. ഇനി ആ വയന്ന് വന്ന ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ കൂടുതൽ പച്ചമുളക് ഇട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് ചേർത്താൽ മതി. ഞാൻ ഇവിടെ ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണേ. ഇനി അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി ആ ചെറിയ തീ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തരച്ച അതിന് അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി നമ്മൾ 1-ാം പാലും 2-ാം പാലും തേങ്ങൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിങ്ങനെ അതിൽ 2-ാം പാല് നമുക്ക് എത്രയാണ് കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പൊഴുന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ പാകമുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് പാകമില്ലെങ്കിൽ അതൊക്കെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പുളി വേണം. അതിന് വേണ്ടിയിട്ട് കുടംപുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കറിക്കൊക്കെ കുടംപുളി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഇക്കാരം. അപ്പം കുടംപുളി ഇഷ്ടമല്ലെങ്കിൽ വാളംപുളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല പുഴന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ച മീൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്ത് വെച്ച മീനായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തിളച്ചാലും കുഴപ്പമൊന്നുമില്ല, മീൻ ഉടയൊന്നുമില്ല. ഇനി നമുക്ക് വറുത്ത് വെച്ച ആ ഒരു കിഴങ്ങുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ആ മസാലയും കാര്യങ്ങളൊക്കെ നമ്മുടെ മീനിലേക്കും കിഴങ്ങിലേക്കൊക്കെ ഒന്ന് ചേരാനും വേണ്ടിയിട്ടാണ്. ഇനി ഒരു 5 മിനിറ്റ് നല്ല പോലെ തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-ാം പാല് നല്ല കട്ടിയിൽ 1-ാം പാലായിരിക്കണം. ഇനി അഥവാ കുറച്ച് കട്ടി കുറവാണെങ്കിൽ ഒരു ഇടത്തര വലുപ്പത്തിൽ ചെറിയൊരു കിഴങ്ങ് വേവിക്കുക. ആ കിഴങ്ങ് നല്ലോണം ഉടച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കറി നല്ല അത്യാവശ്യം തിക്നെസ്സും ഉണ്ടാവും. അതേപോലെ കറി കൂട്ടാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കിഴങ്ങൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കിയിക്കണേ. ഇനി നമുക്ക് ആ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീനൊക്കെ ഉടയാതെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളി എടുക്കുക. നല്ല വട്ടത്തിൽ ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നല്ലോണം കറിയിൽ ഇളക്കൊന്നും വേണ്ട, മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ആ മസാല ആ തക്കാളിയൊക്കെ ഒന്നിച്ച് ചേരാനും വേണ്ടിയിട്ട്
പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോണ്ടില്ല അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറോ ചപ്പാത്തി എന്ത് കിട്ടിയെങ്കിലും വയറ് തയ്ച്ച് കഴിക്കാൻ തോന്നും. അത്രയും നല്ല സ്മെല്ലൊക്കെ കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ അടിപൊളി മീൻ ഇഷ്ടം റെഡി ആക്കുന്നത് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനെന്ന് പറഞ്ഞ മാതിരി തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ.